മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചോറിനൊപ്പം നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഈ നാടൻ കറി തയ്യാറാക്കി എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ തുമരപ്പരിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പച്ച ഒരു ഓമയ്ക്കായും കൂടെ വേണം. മീഡിയം വലിപ്പമുള്ള ഒരു ഓമയ്ക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. പരിപ്പ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതാണെങ്കിൽ നമുക്ക് പരിപ്പും ഈ പപ്പായയുടെ കഷ്ണങ്ങളൂടെ ഒരുമിച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പരിപ്പ് കുതിർക്കാത്തത് കൊണ്ട് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. പരിപ്പിന് നല്ല വേവുണ്ടല്ലോ, ആദ്യം അതൊന്ന് വേവിച്ചിട്ട് ഈ പപ്പായ ചേർത്ത് കൊടുക്കാം. പരിപ്പ് കഴുകി ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പാകുമ്പോൾ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ അത് കുക്കറിൻ്റെ പുറത്തോട്ടെല്ലാം ചീറ്റി വീഴും. അതുകൊണ്ട് ഒരു ഡ്രോപ്പ് അളവിൽ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. ഓയിലൂടെ ഒഴിച്ച ശേഷം ചെറുതായിട്ട് കുക്കറൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഓയിൽ ആ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പുറത്തോട്ടൊന്നും ചീറ്റി വീഴുകയില്ല. പരിപ്പ് വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് പപ്പായയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ഈ രണ്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 2 സാധനങ്ങളാണ്. ഇവ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഓമയ്ക്കായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പപ്പായയുടെ കഷ്ണങ്ങളോട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കിനും നമുക്ക് ഒരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് നോക്കിയാലോ. അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കണം, എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളകോ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും 3 ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കണം. പരിപ്പിപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയുടെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും. ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ഇവയൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പും ഓമയ്ക്കായും ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ പപ്പായയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. ഇനി ഞാൻ 1-2 പീസസ് ഞാൻ ഈ മൺചട്ടിയിലോട്ട് കറി ആക്കിയ ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങ് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നമുക്ക് 1-2 പീസസൊക്കെ കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കറിയുടെ കൂട്ടത്തിൽ. ഇനി നമ്മൾ അരച്ചെടുത്ത കൂട്ടുണ്ടല്ലോ, തേങ്ങയും ആ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ല മഷി പോലെ അരച്ച കൂട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവയും കൂടെ ചേർത്തപ്പോഴത്തേക്കിന് എൻ്റെ മൺചട്ടിയിൽ കൊള്ളാതെ ആയപ്പോൾ ഞാൻ മറ്റൊരു ചട്ടിയിലോട്ട് ആ കറി ഒന്ന് പകർന്നു മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ആ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തോ അല്ല മറ്റ് കറികളൊന്നും ഇല്ലാത്തപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചതെന്ന്. പരിപ്പും പപ്പായയും മാത്രമല്ല, പരിപ്പും വെള്ളരിക്കായും അങ്ങനെ പല കോമ്പിനേഷനിലും നമുക്ക് കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്ക് കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാനായിട്ട് ടേസ്റ്റാണ്. പരിപ്പ് ഇരിക്കും തോറും കുറുകി വരും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ. മറ്റുള്ള കറികളെ പോലെയല്ലല്ലോ നാടൻ കറികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ തയ്യാറാക്കിയാൽ ആ ഒരു രുചി നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും കാണും. നമ്മൾ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന കറികൾ തന്നെയാണ് നമ്മുടെ നാടൻ കറികളെന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കറി നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കറിയിലോട്ട് നമുക്കൊന്ന് മൂപ്പിച്ചും കൂടെ ചേർക്കാനുണ്ട്. നല്ല വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചും കൂടെ ചേർക്കുമ്പോൾ പിന്നെ കറിയുടെ രുചിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കിന് ഒരു 4 പീസ് ചെറിയുള്ളി കുറച്ച് കറി ലീഫും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അവയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂക്കാറായപ്പോഴത്തേക്കും ഞാൻ 2 വറ്റൽമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു ചെറിയ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൂപ്പിച്ച കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായിട്ടുള്ള പരിപ്പും പപ്പായയും ചേർന്നിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഈ കറി തയ്യാറാക്കിയെടുക്കാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പരിപ്പൊന്ന് കുതിർക്കുകയാണെങ്കിൽ പരിപ്പും ഓമയ്ക്കായും കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ അരപ്പരച്ച് ചേർത്താൽ കറി റെഡിയായി കഴിയും. എളുപ്പം നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിലും തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കാലത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പരിപ്പ് നേരത്തെ ഒന്ന് കുതിർത്തിട്ടാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇതുപോലത്തെ കറികളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണല്ലോ. പപ്പായ എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ്. ഈ കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഉച്ചയൂണിനോട് കൂടിയാണ്. ഈ ഒരു കറിയും അതോടൊപ്പം തന്നെ ഒരു പപ്പടവും കൂടെ ഞാൻ വെച്ചിട്ടാണ് കഴിക്കുന്നത്. പപ്പടം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു കറി മാത്രം മതി. ചെറിയ ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ച് കറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കിടു കോമ്പിനേഷൻ തന്നെയാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. വീഡിയോ കണ്ടു പോകുമ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണം. കമൻ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വീഡിയോ ഒക്കെ മുന്നോട്ട് കയറി പോവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.